എല്ലാവരും എത്തി. ചർച്ച തുടങ്ങിയിട്ട് നേരം കുറയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മൗദൂദിസ്റ്റ് പ്രത്യയശാസ്ത്രവും നിരാകരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ എതിർക്കേണ്ടത് എന്ന് വാദിച്ച ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വോട്ട് പിടിക്കുന്നു. ആ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഹലാലാണെന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നു. അപ്പോൾ ഒരു കാലത്ത് ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്ന് വിമർശിച്ച അതേ ആള് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇത് എന്താണ്, ഇതെന്ത് കൂത്താണെന്ന് തോന്നില്ലേ? അങ്ങനെയല്ലല്ലോ അഭിലാഷ്. ഇപ്പൊ ഒരു കാലത്ത് ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പിന്നീട് അവർ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ചാ വിഷയം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കോണ്ടെക്സ്റ്റിൽ നിന്ന് ഔട്ടായോ? നോക്കൂ, യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളും അവരുടെ തനിനിറം പ്രദർശിപ്പിച്ചതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മതനിരപേക്ഷ മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏക വോട്ട് BJPക്ക് മാത്രമായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റ് രണ്ട് കൂട്ടരും തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതു മതവർഗീയ പ്രസ്ഥാനത്തോടും വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടും ചൊക്കിളികളാ സാറേ, വെറും കൂറാളാ. ജമാഅത്തെ ഇസ്ലാമി എന്താണ്? മൗലാന മൗദൂദിയുടെ ഹുക്കുമത്തെ ഇലാഹി, ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദീനിന്റെ സംസ്ഥാപനം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ദീനിന്റെ പ്രബോധനം എന്നത് ഈ പറയുന്ന 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യയുടെ നേതൃത്വം കൊടുത്തത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്താണ് അവരുടെ പ്രഖ്യാപിത ആശയമായിട്ടുള്ള ഹുക്കുമത്ത് ഇലാഹി എന്നത് മാറ്റിയിട്ട് ദീനിന്റെ പ്രബോധനം മാത്രമേ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. എന്നാൽ ഇവരുടെ താത്വികാചാരനായിട്ടുള്ള മൗലാന മൗദൂദി അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ജനാധിപത്യത്തെയോ മതേതരത്വത്തെയോ അംഗീകരിക്കാൻ സാധിക്കില്ല, ഭരണഘടനകളെ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഭരണഘടനയ്ക്ക് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള ദൗർബല്യമുണ്ട്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തെയും നമുക്ക് അനുസരിക്കാൻ സാധ്യമല്ല. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരിയായ നിയമത്തെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. മതേതരത്വം എന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് ഹീനമായിട്ടുള്ള സങ്കല്പമാണ് എന്നെല്ലാം വളരെ വ്യക്തമാക്കിയിട്ടുള്ള മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ ആശയത്തിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നു. മൗലാന മൗദൂദി അവർ തള്ളി പറയുന്നുണ്ടോ? അവരുടെ സ്ഥാപകനായിട്ടുള്ള മൗലാന മൗദൂദിയുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതല്ലെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടോ? അത് പറയുന്നില്ല. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗങ്ങൾ തന്നെയല്ല ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ, അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള കലാപം നയിച്ചത് ആരാണ്? പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ സിയാഉൽ ഹക്കിന്റെ പട്ടാള ഭരണം ഉണ്ടായ സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ നയിച്ചത് ആരാണ്? ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരുടെ ഇന്റലക്ച്വൽ വിങ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നാളെ വീണ്ടും ഹുക്കുമത്ത് ഇലാഹിയിലേക്ക് വരാം. നീ കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണ കൊടുക്കുകയാണ് PDP ചെയ്തത്. ഇടതുപക്ഷം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് PDP ഭീകരവാദ സംഘടനയാണെന്നും അബ്ദുൽ നാസർ മദനി തീവ്രവാദിയാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. പിന്നീട് എങ്ങനെയാണ് 2006 ശേഷം പെട്ടെന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരായത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തീർച്ചയായും മാറി മാറി രണ്ട് വിഭാഗങ്ങളിൽ രണ്ട് പാർട്ടികളും വ്യത്യസ്ത മുന്നണികളെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു വസ്തുതയാണ്. ശ്രീ അരുൺകുമാർ, PDPയുടെ കാര്യം ഞാൻ ചോദിക്കാം. അതിനുമുമ്പ് ഈ അഖില ഭാരത ഹിന്ദു മഹാസഭ എങ്ങനെയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് പിന്തുണയും പ്രഖ്യാപിച്ച് വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് പ്രസിദ്ധീകരിക്കുന്നത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും, ഫോട്ടോ എടുക്കും. ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് വേണ്ട എന്ന് എനിക്ക് മനസ്സിലായില്ല പറയുന്നവരാണ് ഞങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരുന്നവരുടെ കൂടെ ഒക്കെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഫോട്ടോ എടുക്കുവോ? ദത്താത്രേയ സായി സ്വരൂപാനന്ദും പിന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശനും കൂടിയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അല്ല, ആരാ ഈ സ്വാമിയെ പറ്റിയെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താ പേര് പറഞ്ഞേ? സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദ. അതെ, ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്.
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പല നമ്പറുകളും വരും. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ, അത് ലക്ഷ്യമായിട്ട് നടക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേ. 2011 വരെ നിങ്ങളെ പിന്തുണച്ചിരുന്ന വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അത് കഴിഞ്ഞ് അവർ UDF-നെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുമ്പ് എതിർപക്ഷത്തായിരുന്ന PDP 2009 മുതൽ പിന്തുണയ്ക്കുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ സ്വരാജിന്റെ പടവും മദനിയുടെ പദവും ഒരുമിച്ച് പോസ്റ്ററിൽ വരുന്നത് നമ്മൾ കാണുന്നു. ഇതിപ്പോ തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഈ ആളുകളുടെ പിന്തുണ. അപ്പോൾ പിന്തുണ കിട്ടുമ്പോഴൊക്കെ ഓക്കെ, അല്ലാത്തപ്പോൾ ഭീകരവാദം എന്നുള്ള നിലപാടാണ് നിങ്ങൾ രണ്ടു കൂട്ടരും എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുക. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇവിടെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത്തരത്തിൽ വർഗീയ കക്ഷികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം വന്നു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടത്തിലും വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഇരുന്ന് വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇരുന്ന് ഇങ്ങനെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും മോശമാണ്, UDF എന്തോ മഹാപാതകം ചെയ്തു എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർ ഇന്ന് ഹിന്ദു മഹാസഭയുമായിട്ടും PDP-യുമായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവം മറച്ചു വയ്ക്കാനുള്ള അടവാണ്. അതൊന്നും നിലമ്പൂർ ചെലവാകാൻ പോകുന്നില്ല. നിങ്ങൾ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഇപ്പൊ A. വിജയരാഘവനെ നേരിട്ട് പോയി കണ്ടിട്ടാ പിന്തുണ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാ നിങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്? ഇല്ല, ആ പിന്തുണയും വാങ്ങി വെച്ചതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വർഗീയ വിരുദ്ധ ചാരിത്ര പ്രസംഗം നടത്തരുത് അരുൺകുമാറെ. നിങ്ങളുടെ കൈകളാണ് പാപക്കറയുള്ളത്. നിങ്ങളാണ് എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായിട്ട് ഒത്തുയർന്ന് പോയിട്ടുള്ളത്. നിങ്ങൾ BJP-യുമായി ചേർന്ന് നിൽക്കുകയല്ലേ? നിങ്ങൾ എല്ലാ കാലത്തും, ഞാൻ ചോദിക്കട്ടെ, എത്രയോ കാലമായി RSS-ഉമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങൾ, അതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്തായാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും UDF-നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഇക്കാര്യത്തിൽ ആവശ്യമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കോൺഗ്രസിന്റെ നിലപാട്, UDF-ന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരായി, ഫാസിസത്തിനെതിരായി, അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഉയർത്തുന്ന നരേന്ദ്രമോദി അനുകൂല രാഷ്ട്രീയത്തിനെതിരായി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. അത് ഞങ്ങൾ നിർവഹിക്കുന്നു. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി, അവിടെ ഇടയ്ക്ക് വരാറോ. ഞങ്ങളെ അങ്ങ് നന്നാക്കി കളയാൻ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികൾ എത്ര ശ്രമിച്ചാലും നന്നാവില്ല, ശരിയാവില്ല. കാരണം 225ഓളം പ്രിയപ്പെട്ട സഖാക്കളെ ഈ ഭൂരിപക്ഷ വർഗീയ കക്ഷികളുടെ ഭാഗമായി നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ലോ കോളേജിന്റെ ചെയർമാൻ ആയിരുന്ന ഒരു സക്കീർ ഉണ്ട്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. SFI ഉണ്ടായിരുന്നല്ലോ അരുൺ. SFI നേതാവായിരുന്ന സക്കീറിനെ വിറകുകൊള്ളി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് PDP എന്നായിരുന്നു. ഇപ്പോ നിങ്ങൾക്ക് PDP കുഴപ്പമില്ല, BDPക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാന്നാണ് അങ്ങ് പറയുന്നത്. ഇപ്പൊ സഖാക്കളെ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ എല്ലാ കാര്യവും പറയണം. അല്ല, എല്ലാ കാര്യവും പറയും, കൃത്യമായിട്ട് പറയും. ഇവിടെ കൃത്യമായി ഓരോ ഇൻസിഡന്റും അതാത് രീതിയിൽ തന്നെ നിർവചിച്ച് പോയ പ്രസ്ഥാനം തന്നെയാണ്. ഓരോ സാഹചര്യത്തും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത് ഇലക്ട്രലായിട്ട് CPM-ന് പ്രോസ്പെക്ട്സ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സത്യമാണ്. അതേസമയം ഇപ്പോൾ ഈ ഡെസ്പറേഷൻ കാരണം PDP പോലെയുള്ള സംഘടനകളിൽ നിന്നും, ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകളിൽ നിന്നുമൊക്കെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാവുന്നതിലൂടെ അവരുടെ ആദർശപരമായിട്ടുള്ള ഈ നിലപാടിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. ചാറ്റർജിയെ 2 തവണ പിന്തുണച്ചിട്ടുള്ള ആൾക്കാർ CPM ആണ്. അതായത് ഗോഡ്സെ ഗാന്ധി വധം നടത്തുന്ന സമയത്ത് അയാൾ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ, ഞാൻ ഒന്ന് മുഴുവൻ പറയട്ടെ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി 1963-ലും 1967-ലും വെസ്റ്റ് ബംഗാളിലെ ബുർദ്വാൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ CPIM-ന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെക്കുകയും ഹിന്ദു മഹാസഭയെ തള്ളിപ്പറയുകയും 2 പതിറ്റാണ്ടോളം ഹിന്ദു മഹാസഭ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം 63-ൽ ബർദ്ധമാനിൽ നിന്ന് മത്സരിക്കുന്നത്. ഇടതു മുന്നണിയുടെ പിന്തുണ ഉണ്ടായി. അദ്ദേഹം CPM-ൽ ചേർന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി CPM-ന്റെ MP ആയി, പിന്നീട് ലോക്സഭാ സ്പീക്കറായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിഷ്കരുണം തള്ളിക്കളയുകയും അതിനെതിരെ നിശിതമായ നിലപാടെടുക്കുകയും ചെയ്ത് 1.5 പതിറ്റാണ്ടിന് ശേഷം പിന്തുണയോടുകൂടി മത്സരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്?
അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങ് പറഞ്ഞത് ചരിത്രപരമായി തെറ്റാണ്. 1948 ഹിന്ദു മഹാസഭയിൽ നിന്ന് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി രാജിവെക്കുന്നില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. തന്നെയുമല്ല 1952 ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി മത്സരിക്കുന്നുണ്ട്. അന്ന് ഹിന്ദു മഹാസഭയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. 1957 മാത്രമാണ് ഇദ്ദേഹം ഹിന്ദു മഹാസഭയിൽ നിന്ന് പുറത്തുപോയിട്ട് സ്വതന്ത്ര പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. പിന്നീട് 63 ബൈ ഇലക്ഷനിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. ഗാന്ധിവധം നടന്ന സമയത്ത് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനാണ്. അതിനെ തുടർന്നും അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണ്. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ഹിന്ദു മഹാസഭ ഡിസോൾവ് ചെയ്തില്ലേ ശ്രീ ശംഭു? CPM പിന്തുണച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അങ്ങേര് മത്സരിക്കുന്നത്. എപ്പോഴാണ് ഹിന്ദു മഹാസഭ ഡിസോൾവ് ചെയ്തത്? പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസഭയെ നിരോധിക്കാഞ്ഞത്? 1952 ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവനൊന്നും അറിയില്ല താമോ. 1952 പൊതു തെരഞ്ഞെടുപ്പിൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്? ഏത് സംഘടനയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്? ഒരു രക്ഷയില്ല മുതലാളി. അവൻ അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. കശ്മീരിലുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമി രണ്ടാന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ വിഭജനം ഉണ്ടായ സമയത്ത് ഇന്ത്യയിലൊരു ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലൊരു ജമാഅത്തെ ഇസ്ലാമിയും കശ്മീരിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി കശ്മീർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവാത്തത് കൊണ്ടാണ്. അവർ കശ്മീർ ഒരു പ്രത്യേക പ്രദേശമാണ്, അത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ഭാഗമല്ല, അത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലെന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഇപ്പൊ കശ്മീരിൽ പ്രത്യേക ജമാഅത്തെ ഇസ്ലാമി ഇല്ല. 2019 ഈ പറയുന്ന ഈ കശ്മീർ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞോട് കൂടിയിട്ട് ആർട്ടിക്കിൾ 360 എടുത്ത് കളഞ്ഞോട് കൂടിയിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ബാൻഡ് ആവുകയും ചെയ്തു. ഒരു ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനെ, ഒരു പാൻ ഇസ്ലാമിക് ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിനെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്താ പറയുക, മാറ്റങ്ങൾക്കൊക്കെ വിധേയരായിട്ടുണ്ടോ? പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രേരകമായിട്ടുള്ള ആശയം അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹുക്കുമത്ത് ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യസ്ഥാപനം തന്നെയാണ്. എന്താ സംശയമൊക്കെ മാറിയോ? എല്ലാ സംശയവും തീർന്നു.